Hi friends, welcome back to our channel. 8th class Mathematics 2023-24 സെക്കൻഡ് ടൈം ഇവാലുവേഷൻ, അതായത് ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Then ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ എ ബി ഈസ് ഈക്വൽ ടു എ സി, ദെൻ ആംഗിൾ സി ഈസ് ഈക്വൽ ടു എ ബി എന്ന് പറയുന്നത് എ സി ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എത്രയായിരിക്കും? ആംഗിൾ സിയും എത്ര തന്നെയായിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും. ദെൻ അടുത്ത ചോദ്യം എന്താ? ആംഗിൾ എ എത്ര ആയിരിക്കും? ആംഗിൾ ബി എന്ന് പറയുന്നത് 55 ആണ്, ആംഗിൾ സി എന്ന് പറയുന്നത് 55 ആണ്. അപ്പോൾ 55ഉം 55ഉം ആഡ് ചെയ്യുക, എന്നിട്ട് ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പോൾ 180ൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ 180 മൈനസ് 55 പ്ലസ് 55 ഈസ് ഈക്വൽ ടു 17 എന്ന് കിട്ടും. ഓക്കെ, ഈ നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം, ആൻ ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 135. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഔട്ടർ ആംഗിൾ? അപ്പോൾ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 135 ആണെങ്കിൽ ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? ഔട്ടർ ആംഗിൾ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ആയിരിക്കും. അപ്പോൾ 180ൽ നിന്ന് 135 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 45. ഓക്കെ, ഈ നെക്സ്റ്റ്, ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? അപ്പോൾ എത്ര സൈഡ്സ് ഉണ്ടായിരിക്കും? എത്രയാണ്? 360 ആണ് ടോട്ടൽ. അപ്പോൾ ആ കിട്ടിയ 45 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 8 കിട്ടും. അപ്പോൾ എത്ര സൈഡ് ഉണ്ടായിരിക്കും? 8 സൈഡ് ഉണ്ടായിരിക്കും. ദെൻ മൂന്നാമത്തെ ചോദ്യം നോക്കാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. യൂസിങ് ദ അബവ് കൺസെപ്റ്റ് ഫൈൻഡ് 101 ഹോൾ സ്ക്വയർ. അപ്പോൾ 101 ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം? 100 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദെൻ 100 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 100 ഇൻറ്റു 1, അതായത് എക്സിൻ്റെ അവിടെ 100ഉം വൈയുടെ അവിടെ 1 കൊടുത്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? അപ്പോൾ നമുക്ക് ആൻസർ 10201 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ ക്ലാസ് ആർ ഇൻ ദ റേഷ്യോ 4:3. അപ്പോൾ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 4:3 ആണ്. ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ് 21, ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോയ്സ്? അപ്പോൾ എന്താണ് പറയുന്നത്? ഗേൾസിൻ്റെ എണ്ണം 21 ആണെങ്കിൽ എത്രയായിരിക്കും ബോയ്സിൻ്റെ എണ്ണം? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 21/3 ഇൻറ്റു 4 ചെയ്യുക. 21/3, 3 ആണ് വെച്ചാൽ 4:3 ആണ്. അപ്പോൾ 21/3 ചെയ്യുക. then അതായിട്ട് 4ൻ്റെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബോയ്സ് കിട്ടും 28. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇതിലത്തെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അപ്പോൾ ഗേൾസ് 21 എണ്ണുണ്ട്, ദെൻ ബോയ്സ് 28 എണ്ണുണ്ട്, ദെൻ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 49. Fifth question, in the rhombus ABCD, AC is equal to 8 cm. AC എന്ന് പറയുന്നത് 8 cm, BD എന്ന് പറയുന്നത് 6 cm ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOD ആ ആംഗിൾ നോക്കുക. AOD എത്രയായിരിക്കും? AOD എത്ര തന്നെയായിരിക്കും? AOD 90 ഡിഗ്രി ആയിരിക്കും. അത് പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രി. ഈ നെക്സ്റ്റ് എന്താ? AD ആംഗിൾ B എത്ര ഡിഗ്രി ആയിരിക്കും? AD എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? ഡിഗ്രി അല്ല, എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? അപ്പോൾ അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ചെയ്യേണ്ട പ്രൊസീജിയറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. സിക്സ്ത് ക്വസ്റ്റ്യൻ, ബാബു ഡെപ്പോസിറ്റഡ് 1, 10, 100, 1000, 10,000, 20,000 rupees in a bank which pays 6% interest compounded annually. What amount will he get after 2 years? അപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ ബാബുവിന് എത്ര രൂപ കിട്ടും? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ, ഇക്വേഷൻ നമുക്കറിയാം. A is equal to P into 1 plus R by 100 raised to N ആണ്. ദെൻ ചെയ്ത് നോക്കി നമുക്ക് എത്ര കിട്ടും? 22,472 രൂപ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഹൗ മച്ച് ഇൻട്രസ്റ്റ് വിൽ ഹി ഗെറ്റ്? അപ്പോൾ ഇൻട്രസ്റ്റ് എത്ര? ഇൻട്രസ്റ്റ് മാത്രം എത്ര എമൗണ്ട് കിട്ടി? അപ്പോൾ ഇപ്പോൾ കിട്ടിയ രൂപയിൽ നിന്ന് നമ്മുടെ എമൗണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,472 രൂപ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. Then ഏഴാമത്തെ question, the length of a rectangle is 2 meters more than 3 times its breadth. If the perimeter is 44 meters, length plus breadth is equal to, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? പെരിമീറ്റർ 44 സെൻറ്റിമീറ്റർ, നമുക്ക് ബ്രെഡ്ത്ത് നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് എന്ന് പറയുന്നത് x+2 ആയിരിക്കും. അതായത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു പെരിമീറ്ററിൻ്റെ പകുതിയാണ്. എന്താണ്? അതായത് 2 × L + B ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ആണ്. ദെൻ 2
അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ബൈ 2. അപ്പോൾ പെരിമീറ്റർ നമുക്ക് 44 എന്ന് കിട്ടി. 44/2 ഈസ് ഈക്വൽ ടു 22. ഓക്കെ, ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാം. L പ്ലസ് ബി ഈസ് ഈക്വൽ ടു 22 ആണെന്ന് നമുക്ക് കിട്ടി. ലെങ്ത്തിനെ നമ്മൾ എക്സ് പ്ലസ് 2 എന്നെടുത്തു, ബ്രെഡ്ത്തിനെ നമ്മൾ എക്സ് എന്നെടുത്തു. അതായത് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 22 എന്ന് കിട്ടി. അതായത് 2x പ്ലസ് 2 ഈസ് ഈക്വൽ ടു 22. 2x ഈസ് ഈക്വൽ ടു 22 മൈനസ് 2 എന്ന് കിട്ടും. ദെൻ 2x ഈസ് ഈക്വൽ ടു 20, x ഈസ് ഈക്വൽ ടു 20/2, ദെൻ x ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. അതായത് എക്സ് എന്നെടുത്ത ബ്രെഡ്ത്ത് 10 എന്ന് കിട്ടി. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെ 2 കൂട്ടിയതാണ്. അപ്പോൾ ലെങ്ത്ത് ഈസ് ഈക്വൽ ടു 12 എന്നും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. then എട്ടാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ O is the center. O ആണ് സെൻറ്റർ, AB എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്, ആൻഡ് C is the point on the circle. C എന്ന് പറയുന്നത് സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് AOC? AOCയുടെ ആംഗിൾ AOC എന്തായിരിക്കും? AOC അതായത് 180ൽ നിന്ന് 120 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് AOC എന്നുള്ളത് 60 എന്ന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വാട്ട് ഈസ് ദ മെഷർ ഓഫ് OAC? OACയുടെ മെഷർ എന്തായിരിക്കും? 180ൽ നിന്ന് ഈ 60 കുറച്ചിട്ട് ബൈ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അതും 60 എന്ന് കിട്ടും. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? അതായത് OA എത്രയാണ്? അപ്പോൾ നമുക്കത് ചെയ്താൽ എത്ര കിട്ടും? ഈ ട്രയാങ്കിളായ AOC എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ OA എന്ന് പറയുന്ന സൈഡും 5 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ. ഓക്കെ, the ninth question, a plus b into a minus b is equal to a square minus b square. അങ്ങനെയാണെങ്കിൽ a plus 2 into a minus 2 എന്തായിരിക്കും? a square minus 2 square ആയിരിക്കും. then calculate 5.6 square minus 4.4 square. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മേലെ തന്ന രീതിയിൽ 5.6 plus 4.4 into 5.6 minus 4.4 is equal to 10 into 1.2 എന്ന് കിട്ടും. അത് ചെയ്താൽ നമുക്ക് 12.2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. Question number 10 എന്താ? What is the following statement? Which of the following statement is true regarding the diagonals of a rectangle? റെക്ടാങ്കിളിൻ്റെ ഡയഗണൽസിനെ സംബന്ധിച്ച് ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ? Diagonals are equal, then diagonals are parallel, diagonals are perpendicular bisector of each other, diagonals are different. അപ്പോൾ ഇതിൽ ട്രൂ എന്ന് പറയുന്നത് ഏതാണ്? diagonals are equal എന്നതാണ്. then draw a rectangle of side 5 cm and diagonal 6 cm. അപ്പോൾ diagonal 6 cm then ഒരു സൈഡ് 5 cm വരുന്ന ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അപ്പോൾ അത് കൂട്ടുകാരുടെ ഐഡിയ അനുസരിച്ച് വരയ്ക്കാം. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി നോക്കാം. then നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. The next question, the line AB is divided into 7 equal parts. AB എന്ന് പറയുന്ന ലൈന് 7 equal parts ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് 4 parts together is AP. അപ്പോൾ ആദ്യത്തെ 4 ഭാഗങ്ങളാണ് AP എന്ന് പറയുന്നത്. Which portion of AB is AP? ABയുടെ ഏത് പോർഷനാണ് AP എന്ന് പറയുന്നത്? അപ്പോൾ 4 പോർഷനാണെന്ന് പറഞ്ഞു, ടോട്ടൽ 7 ഉണ്ട്. അപ്പോൾ എത്രയായിരിക്കും? 4/7. ഈ നെക്സ്റ്റ് വാട്ട് പോർഷൻ ഓഫ് AB is PB? AB is PB. What portion of AB is PB? ABയുടെ ഏത് പോർഷനാണ് PB? അപ്പോൾ ബാക്കി ഏതാ? 3/7. then what multiple of PB is AP? ഇനി മൾട്ടിപ്പിൾ എത്രയായിരിക്കും? അപ്പോൾ AP is equal to 4/3 of PB. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. Then 12th question, Nitya deposited 40,000 rupees in a bank which pays interest is compounded half yearly. The annual rate of interest is 10%. After 1 year, she withdraw 50,000 rupees. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം, how much would she have in her account after withdrawing 50,000 rupees? അപ്പോൾ ബാക്കി അവളുടെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടായിരിക്കും? അപ്പോൾ അത് ചെയ്ത് നോക്കി നമുക്ക് എത്ര കിട്ടും? 29,100 രൂപ. How
മച്ച് amount would she have in her account again after 6 months? അപ്പോൾ 6 മാസം കഴിഞ്ഞാൽ പിന്നെയും അവളുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടായിരിക്കും? അപ്പോൾ അതും ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 29,100 പ്ലസ് 1455 എന്ന് കിട്ടും. ദെൻ അത് രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് 30,555 രൂപ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനുള്ള പ്രൊസീജിയറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൂട്ടുകാർ നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. 13th ക്വസ്റ്റ്യൻ, എ സ്ക്വയർ ആൻഡ് 2 റോംബസ് ആർ ജോയിൻഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു സ്ക്വയറും ഒരു റോംബസും ജോയിൻ ചെയ്തു. ഡ്രോ ദ ഫിഗർ ആസ് പെർ ദ ഗിവൻ മെഷർമെൻറ്റ്സ്. അപ്പോൾ തന്നിരിക്കുന്ന മെഷർമെൻറ്റിൽ ഈ ഫിഗർ വരയ്ക്കുക. അപ്പോൾ അത് കൂട്ടുകാർ വരച്ച് നോക്കുക. ദെൻ 14th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 9 numbers in a calendar forming a square are marked as shown in the figure. അപ്പോൾ ഒരു കലണ്ടറിത്തെ ഒരു ചെറിയൊരു പോർഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഡയഗണൽ പെയേഴ്സ് ചെയ്ത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? 22,10 അതുപോലെ തന്നെ 8,24. ദെൻ നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ സം ഓഫ് ദ ഡയഗണൽ പെയേഴ്സ്. അപ്പോൾ സം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 22 + 10 = 32. ദെൻ അനദർ സം എന്ന് പറഞ്ഞാൽ 24 + 8 ആണ്, അത് 32 എന്ന് കിട്ടും. ദെൻ രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് 0 എന്ന് കിട്ടും. എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര വൈ ദ ഡിഫറൻസ് ഓഫ് സം ഓഫ് ഡയഗണൽ പെയേഴ്സ് ഈസ് ഓൾവേസ് ഈക്വൽ ഇൻ ഓൾ ഈസ് സച്ച് സ്ക്വയേഴ്സ്. അപ്പോൾ ഇതിന് ഓൾജിബ്ര വെച്ചിട്ട് ഓൾജിബ്ര വെച്ചിട്ട് എഴുതാൻ. അപ്പോൾ ഓൾജിബ്ര വെച്ചിട്ട് എഴുതിയാൽ ഈ തന്നിരിക്കുന്ന പോലെ കിട്ടും. എന്ത് കിട്ടും? x + 16 = 2x + 16 എന്ന് കിട്ടും. ദെൻ രണ്ടും കൂടിയിട്ട് രണ്ട് സമ്മ് കണ്ടുപിടിക്കുക. ദെൻ ഞാൻ രണ്ട് സമ്മും കൂടി മൈനസ് ചെയ്ത് നമുക്ക് ഓൾജിബ്രയിൽ നമുക്ക് 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രോ ചെയ്യാനാണ് ക്വാഡ്രിലാറ്ററൽ ABCD. അപ്പോൾ അത് കൂട്ടുകാർ വരച്ചു നോക്കുക. ദെൻ 16th ക്വസ്റ്റ്യൻ, എ കമ്പനി ഇൻക്രീസസ് ദ പ്രൈസ് ഓഫ് എ ലാപ്ടോപ്പ് അറ്റ് ദ റേറ്റ് ഓഫ് 5% എവറി ഇയർ. ഇഫ് ദ കറൻറ്റ് പ്രൈസ് ഓഫ് ദ ലാപ്ടോപ്പ് ഈസ് 50,000 rupees, then what will be the price of a laptop after 1 year? ഒരു കൊല്ലം കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ പ്രൈസ് എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ A = P × 1 + R/100⁻n ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 52,500 rupees എന്ന് കിട്ടും. ദെൻ ആഫ്റ്റർ 2 years വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ലാപ്ടോപ്പ്? അപ്പോൾ ആഫ്റ്റർ 2 years, അപ്പോൾ നമ്മൾ നേരത്തെ raised 1 എന്ന് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ raised 2 എന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് 55,125 rupees എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ഇൻ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കിട്ടിയതും നേരത്തെ കിട്ടിയതും തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2,625 രൂപ എന്ന് കിട്ടും. അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ 2 years കഴിഞ്ഞപ്പോൾ 2,625 രൂപയുടെ ഇൻക്രീസ് വന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. 17th question, given x + y² + x - y² is equal to 2 × x² + y². using the concept complete the following. അപ്പോൾ താഴെയുള്ളത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 3 + y² + 3 - y² is equal to 2 × 3² + y² എന്ന് കിട്ടും. then അടുത്തത് x + 1² + x - 1² is equal to 2 × x² + 1² എന്ന് കിട്ടും. ദെൻ സി 21² + 19² which is equal to 2 × 20² + 1² എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയ ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. ദെൻ അടുത്തത് എന്താണ്? അടുത്തത് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് ഇൻ 3 consecutive natural numbers the product of the first and third numbers is equal to 1 subtracted from the square of the sum of the first and 1. Write the next line എഴുതാനാണ്. അപ്പോൾ നെക്സ്റ്റ് ലൈൻ എഴുതുമ്പോൾ എങ്ങനെ വരും? അത് നോക്കിയിട്ട് ഇപ്പോൾ 1 2 3 4 എന്ന പാറ്റേണിലാണ് പോണത്. അപ്പോൾ 5 വരും. 5 × 7 is equal to 5 + 1² - 1 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് ലൈൻ എഴുതുമ്പോൾ 5 കഴിഞ്ഞാൽ 6 × 8 is equal to 5 എന്നുള്ളടത്ത് എന്ത് വരും? 6 + 1² - 1 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് 12 × 11 10 × 12 is equal to എന്ത് വരും? 10 + 1² - 1. then 13 × 15 is equal to 13 + 1² - 1. then ലാസ്റ്റ് എന്താ? x × x + 2 is equal to x + 1² - 1 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്
ഈ ആക്ടിവിറ്റി ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.